സത്യം പറഞ്ഞാൽ അന്നത്തെ കേരള എൻട്രൻസ് എക്സാമിൽ ദാറ്റ് മീൻസ് നീറ്റിൽ കേരള റാങ്കിൽ ആദ്യത്തെ 10-നുള്ളിൽ അവൻ ഉണ്ടാവേണ്ടതായിരുന്നു, അവൻ്റെ പേരുണ്ടാവേണ്ടതായിരുന്നു. ഈ 3 ദിവസങ്ങളാണ് നിങ്ങൾ ഏത് കോളേജിലാണ് ഇനി പഠിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്നത്. എക്സാമിന് തലേദിവസം നിങ്ങൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടിയും ഒരു ബുദ്ധിമുട്ടില്ലാതെ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ഇറങ്ങണം. അത് എൻ്റെയും കൂടെ ആഗ്രഹമാണ്. അപ്പോൾ മക്കളെ, ഞാൻ പറയുന്നത് കേൾക്ക്. മക്കളെ, ഇനി നമ്മുടെ നീറ്റ് എക്സാമിന് 3 ദിവസവും കൂടെ. ഈ 3 ദിവസത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത്. ഇനി പലരും പലതും പറയും, പല വീഡിയോസിലും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ലാസ്റ്റ് ടൈമിലുള്ള മാരത്തോൺ കാണണം, ഇങ്ങനെയൊക്കെ കുറേ സജഷൻസ് കേൾക്കും. അവസാന സമയങ്ങളിൽ നമ്മുടെ ഇതുവരെയുള്ള പ്ലാനിങ് മൊത്തം മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലേക്ക് ഓടും. അപ്പോഴേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഒരു പ്ലാൻ മാറ്റാനും പറയുന്നില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകണമെന്നും ചെറുതായിട്ട് നിങ്ങളോടൊന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഇനി എക്സാം അടുത്തു. അതിനിടയിൽ ഉറപ്പായിട്ട് നിങ്ങളോട് കുറച്ച് നേരങ്ങളൊന്ന് സംസാരിക്കണം തോന്നി. മക്കളെ, നമ്മുടെ എക്സാമിന് മെയ് 5-ാം തീയതി അല്ലേ? ഈ മെയ് 5 എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കണം. അങ്ങനെ എന്നും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ദിവസമാണെങ്കിലോ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ഈ 3 ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഈ 3 ദിവസങ്ങളാണ് നിങ്ങൾ ഏത് കോളേജിലാണ് ഇനി പഠിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്നത്. അതായത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ കുറേ സ്വപ്നങ്ങളുമായിട്ട് 1 വർഷം മുന്നേ, ചില ആളുകൾ 2 വർഷം മുന്നേ, 3 വർഷം മുന്നേ ഒക്കെ തുടങ്ങി വെച്ച യാത്ര ചെയ്ത് ഈ യാത്രയുടെ അവസാനത്തേക്ക് എത്തി. ഇത്രയും കാലം കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചു. എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിങ്ങൾ പഠിത്തത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ഒരു റിപ്പീറ്ററിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് ഈ പറയുന്ന എന്നേക്കാളും നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും അറിയാം. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ അവസാന മൊമെൻറ്റിലേക്ക് എത്തിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. മക്കളെ, ഇനി ഈ കഷ്ടപ്പാടുകളൊക്കെ 3 ദിവസവും കൂടെ ഉള്ളൂ എന്ന് കൂട്ടിക്കും. ഈ 3 ഡേയ്സിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബെസ്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഈ 3 ദിവസം തീരുമാനിക്കും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണോ പഠിക്കേണ്ടോ എന്നുള്ളത്. അപ്പോൾ മക്കളെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാൻ പോകുന്നത്. എക്സാമിന് പോകുന്നതിന് തലേ ദിവസം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. ഫസ്റ്റ് പറയാനുള്ള കാര്യം അതാണ്. 6 മണിക്കൂറെങ്കിലും മിനിമം എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടല്ലാതെ എക്സാമിന് പോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാം. അതായത് സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ മുന്നിൽ ഈ അവസാനത്തെ 3 ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം 5 വർഷത്തെങ്കിലും നിങ്ങൾ ഒന്നും കൂടെ എല്ലാം ഒന്ന് വീണ്ടും വീണ്ടും നോക്കണം. അടുത്ത കാര്യം എന്താ അറിയോ പറയാം, അടുത്തത് പറയാം, നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്നും കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കണം. ഷോർട്ട് നോട്ട്സ് നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. ഇനിയുള്ള 3 ദിവസവും 2 മണി മുതൽ 5:20 വരേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യണം. അതായത് ഒരു മോക്ക് എക്സാംസ് നിങ്ങൾ എടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ എക്സാംസ് ഒക്കെ കഴിയുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാറില്ലേ? ആ മിസ്റ്റേക്സിന് ബുക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഒക്കെ എന്തൊക്കെയാണ്, എവിടേക്കാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊന്നും കൂടെ നോക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഫോർമുല ബുക്സ് എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ ക്വിക്കായിട്ടൊന്ന് ഓടിച്ച് നോക്കുക. അതിൻ്റെ കൂടെ ഇല്ലേ NCERT ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ ചുമ്മാ നിങ്ങൾക്ക് മറച്ചിടുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒന്നും നിങ്ങൾക്ക് മറന്നു പോയിട്ടില്ല. പക്ഷേ എക്സാമിന് തലേന്നാകുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ തോന്നും അയ്യോ എല്ലാം മറന്നുപോയിന്ന്. അതെല്ലാവർക്കും ഉള്ള തോന്നല. പക്ഷെ എക്സാമിന് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ തലേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, തലേ ദിവസം നന്നായിട്ട് ഉറങ്ങണം. 6 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം. ചില കുട്ടികളെ വരുത്തി വെക്കുന്ന ഏറ്റവും ബിഗ് ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഇന്നത്തെ ദിവസം എക്സാമിൻ്റെ തലേ ദിവസമാണ്. ഫുൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാറുണ്ട്. എല്ലാം റിവൈസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകണം. ഈ പ്ലാനിങ് ഒക്കെ മനസ്സിലെടുത്തു. അങ്ങനെ നമ്മൾ തുടങ്ങി. ആദ്യം തന്നെ രാവിലെ മുതലേ തുടങ്ങി നല്ല രീതിയിൽ പോവാണ്. രാത്രിയായി 10 മണിയായപ്പോഴും ഇനിയും നമുക്ക് ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിൽ കുറച്ച് പോർഷൻസും കൂടെ നോക്കാനുണ്ട്. സെക്കൻഡ് ഇയർ പോർഷൻസ് പെൻഡിങ് കിടക്കുന്നുണ്ട്. അവസാന സമയങ്ങളിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിയായി, 2 മണിയായി, അപ്പോഴും ഫസ്റ്റ് ഇയർ പോർഷൻസ് തീർന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും തോന്നുക സെക്കൻഡ് ഇയർ പോർഷൻസ് മൊത്തം അവിടെ വെച്ചാൽ രാവിലെ ഇതെല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും 1 മണിക്കൂറും കൂടെ എടുത്ത് സെക്കൻഡ് ഇയർ ടോപ്പിക്സ് നോക്കുക. അങ്ങനെ എല്ലാം കൂടെ സമയം എന്തായി? 3 മണിയായി. 3 മണിയായി. അപ്പോഴാണ് ബോധോദയം ഉണ്ടാവുന്നത്. അയ്യോ സമയം ഇത്രയും പോയല്ലോ, ഇനി എന്താക്കും? എല്ലാം കൂടെ ആകെ ടെൻഷനായി.
അവസാനം കിടക്കാൻ പോയി. കിടന്നിട്ടാണ് ഉറക്കവും വരുന്നില്ല. ഈ ഉറക്കവും വരാതെ നമ്മളിങ്ങനെ ഇരിക്കുക. ഇതിനിടയിൽ നമ്മളിങ്ങനെ പോവാണ്, അതായത് ഉറക്കം കിട്ടുന്നില്ല. അവസാനം എല്ലാം കൂടെ ഏതോ ഒരു സമയത്ത് ഒന്ന് ഉറങ്ങിപ്പോയി. 5:30 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്. 5:30 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കണം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാണ്. ആ 5:30 മണിക്ക് എഴുന്നേക്കണം എന്നുള്ള രീതിയിൽ അലാം കേട്ടതും ചാടി എഴുന്നേറ്റ് അവസാനം എല്ലാം കൂടെ വീണ്ടും പഠിക്കാനിരുന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിത്തം തന്നെ. എക്സാമിന് തലേ ദിവസം നിങ്ങൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ അങ്ങനെ ഇരുന്ന് പഠിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിരുന്നെങ്കിൽ എക്സാമിനേഷൻ ഹോളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ നിങ്ങൾ ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ ആ എക്സാമിൻ്റെ അന്ന് ആ ഹോളിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോവും. സോ അത് മതി. നമ്മുടെ ഈ ഒരു വർഷത്തെ എല്ലാ കഷ്ടപ്പാടുകളും നമുക്കില്ലാണ്ടായി പോകാൻ ഈ ഒരൊറ്റ കാര്യം മതി. സോ നല്ല മക്കളായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് മാത്രം എക്സാമിന് പോവാം. രണ്ടാമത്തെ കാര്യം, എക്സാമിൻ്റെ ദിവസം ചുമ്മാ ടെൻഷൻ ആവാൻ നിൽക്കരുത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കുക. നീറ്റ് എക്സാമിന് പോകേണ്ട സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണോ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യമേ എടുത്തു വെക്കണം. ഓക്കെ, ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. പിറ്റേന്ന് രാവിലെ പോകുമ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് അത് അയ്യോ മറന്നുപോയി, ഇത് മറന്നുപോയി, അവസാനത്തെ ടെൻഷൻസ് ഒഴിവാക്കുക. അപ്പോൾ വേണ്ടതൊക്കെ എടുത്തു വെക്കുക. ഡ്രസ് കോഡിന്റെ വീഡിയോസ് ഒക്കെ കുറേ തവണ നിങ്ങളോട് പറഞ്ഞാണ്. അപ്പോൾ ഡ്രസ് കോഡിൽ അവസാന സമയമായിരിക്കും നമ്മൾ കൊണ്ടുവച്ചിട്ട് എൻ്റെ മറ്റേ ബട്ടൺ ഉണ്ട് അവിടെ, ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, എല്ലാം അവിടെ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു കൈ വരുന്നത്, അത് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാൻസ് ഇടാൻ പറ്റുമോ? എന്തിനിങ്ങനെ ആലോചിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ എന്തൊക്കെ ഇടാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് വീഡിയോസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അറിയാം, അതുപോലുള്ളത് ഇട്ടാൽ മതി. പിന്നെ എന്തിനാ ചുമ്മാ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ എത്തുന്നവരെ ഇങ്ങനെ ആലോചിക്കുക, അയ്യോ ഇത് പറ്റൂ. എന്തിനിങ്ങനെ ആലോചിക്കുന്നത്? നമ്മൾ ഓൾറെഡി അതാണ് പഠിക്കുന്നത്, അതാണ് നമ്മൾ കറക്റ്റ് എന്താണോ പറഞ്ഞത് അതേ ഡ്രസ്സ് നമ്മൾ ഇട്ട് പോയതെങ്കിൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ടില്ലല്ലോ. അപ്പോൾ മക്കൾ എന്താണോ ഡ്രസ് കോഡൊക്കെ പറഞ്ഞേക്കുന്നത് ആ ഡ്രസ് കോഡ് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഇട്ടിട്ട് പോകാൻ നോക്കുക. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളോട് ഞാൻ എക്സാമിന് തലേന്ന് എടുത്ത് നോക്കേണ്ട ഡോക്യുമെൻസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എക്സാമിന് പോയിട്ട് ഡ്രസ് കോഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ പോവാണ്. അതില്ലേ OMR ഫില്ല് ചെയ്യുന്ന മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാം. OMRൽ തെറ്റ് വരുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? OMR വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പീസ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് തരാം, അതിലൂടെ കുറേ വോയിസ് നോട്ട്സ് തരാം. അവസാന സമയങ്ങളിൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഇവിടുന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വോയിസ് ആയിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് താഴെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് തരാം, അതിലേക്ക് മക്കൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് തരും. OMR വേണേൽ സാമ്പിൾ OMR നിങ്ങൾക്ക് അയച്ചു തരാം. ഈ OMR നിങ്ങൾ കോപ്പി എടുത്തിട്ട് നിങ്ങളെല്ലാം OMR ഒന്നും കൂടെ ഒരു 5-6 ആവർത്തി നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കണം. OMRൽ ഒരു മിസ്റ്റേക്ക് പോലും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ല. നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവിടുന്ന് അധ്യാപകർ നിങ്ങളോട് പറഞ്ഞുതരും OMRൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ പറ്റരുത്, ഇങ്ങനെ പറ്റരുത്. പക്ഷെ എല്ലാ വർഷങ്ങളിലും എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുട്ടികൾ കരഞ്ഞിറങ്ങി പോകുന്ന കാണാം. അതിൽ ഏതെങ്കിലും കുറച്ച് കുട്ടികളുടെ പ്രശ്നം OMRൽ തെറ്റുവരുത്തി. ഈ 3 മണിക്കൂറും 20 മിനിറ്റും തീരുമാനിക്കുകയാണ് നിങ്ങൾ ഡോക്ടർ ആവണോ ഡോക്ടർ ആവണ്ടയോ. ഇത്രയും കാലത്ത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് റിസൾട്ട് ഉണ്ടാവണ്ടയോ? അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ OMR നല്ല വൃത്തിക്കും വെടുപ്പിനും നന്നായിട്ട് ചെയ്തിട്ട് ശീലിക്കുക. എക്സാമിന് OMRൽ ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതിരിക്കുക. ഇനി കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഉണ്ടാവുന്ന കുറേ അവസ്ഥകളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും സെൻറ്ററിൽ പഠിച്ചോ, എവിടെ ആയിക്കോട്ടെ കുഴപ്പമില്ല. എക്സാമിനേഷൻ നിങ്ങൾ കയറാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് നേരത്തെ എത്തി നിങ്ങളിങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾ ആദ്യം പഠിച്ചേക്കുന്ന ഏതോ ഒരു ഫ്രണ്ട് വരുന്നത്. അളിയ എന്തൊക്കെയുണ്ട്, സുഖമില്ല, അവനോട് സംസാരിച്ച് അതിൻ്റെ ഇടയിലാണ് അവൻ എന്തോ പറയുന്നത്, എടാ ആഡഡ് പോർഷനില്ലേ മറ്റേ ഡെങ്കിയിൽ അത് ഈ പഠിച്ചിട്ടുണ്ടോ? പ്രശ്നമായി. നമ്മൾ എന്തോ പഠിക്കാതെ പോയത് അത് തന്നെ കറക്റ്റായിട്ട് അവൻ ചോദിച്ചു. ഈ പഠിക്കാതെ പോയത് അവൻ ചോദിച്ചപ്പോൾ ഇത്രയും നേരമുള്ള കംപ്ലീറ്റ് കോൺഫിഡൻസ് നമ്മൾ ഇല്ലാണ്ടാക്കി. എന്തിന് നമ്മൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്കഷന് പോകണം? എന്തിന് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ പോകണം? പ്ലീസ് ദയവ് ചെയ്തിട്ട് അങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സിനെ കാണുകയാണെങ്കിൽ എടാ നീ ഒരു കാര്യം ചെയ്യണേ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണണം, നമുക്ക് സംസാരിക്കണം, ഈ അവിടെ ഉണ്ടാവണേ, ഞാൻ ആദ്യം എക്സാം കഴിയുന്നെങ്കിൽ ഞാൻ അവിടെ എത്താം, നീയാണ് കഴിയുന്നെങ്കിൽ നീ എത്തണം, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും കാണണേ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എക്സാമിൻ്റെ തലേ ദിവസം എക്സാമിൻ്റെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വെറുതെ കുത്തിയിരുന്നിട്ട് അയ്യോ ഇത് എന്ന് പറഞ്ഞിങ്ങനെ നോക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം 11 ആയിക്കോട്ടെ, 11:30 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, നിങ്ങൾ നേരെ ഗേറ്റിനടുത്ത് സെക്യൂരിറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ പോയിട്ട് കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1:30ക്കുള്ളിൽ നിങ്ങൾ കയറിയാൽ മതി.
പക്ഷെ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴോ തന്നേക്കുന്നത്, ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അപ്പം മാത്രം കയറിയാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ ചില കുട്ടികളൊക്കെ എക്സാമിനേഷൻ ഹോളിൽ കയറിക്കിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു, മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്താണെങ്കിലോ ഇത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് അത് സഹിച്ചുകൊണ്ടിരുന്നിട്ട് എക്സാം എഴുതും. ഇത് സഹിച്ചുകൊണ്ടിരുന്നെങ്കിൽ എഴുതുന്ന അത്രയും നേരമില്ലേ, നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ മൂത്രം മുട്ടുന്ന ഇതായിരിക്കുള്ള പ്രശ്നം. അതിനിടയിൽ നമ്മൾ ഇത്രയും കാലത്തെ എഫേർട്ടൊക്കെ എവിടെ പോയി? എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ട് ബാക്കി എക്സാംസ് എഴുതുക. അത് എവിടെ ഇപ്പോൾ പറഞ്ഞാൽ മതി. ഇനി കഴിഞ്ഞ വർഷത്തേക്കുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോവാ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങാൻ പോകുന്ന എന്തിനാണെന്നറിയോ? ഇതേ പ്രശ്നങ്ങൾ ഈ വർഷം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റണം, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നാളെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നാളെ കരഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളുണ്ടാവാൻ പാടില്ല. ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടിയും ഒരു ബുദ്ധിമുട്ടില്ലാതെ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ഇറങ്ങണം. അത് എൻ്റെയും കൂടെ ആഗ്രഹമാണ്. അപ്പോൾ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുക. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറും OMR ഒക്കെ നമുക്ക് കിട്ടണമല്ലോ. ഇത് നമുക്ക് 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് 1:45 ആവുമ്പോൾ 1:45 1:50 നിങ്ങൾക്ക് OMR കിട്ടണം. ഈ OMRൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഇൻവിജിലേറ്ററായിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ തമ്പും ബാക്കി നിങ്ങളുടെ സൈനും ഇതൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതെന്തെങ്കിലും പെൻഡിങ് ആവുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കയറിയിട്ട് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ പറയണം. ചില ആളുകൾക്ക് എത്ര തന്നെ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നതാണ്, ചിലപ്പോൾ അന്നത്തെ ദിവസം മാത്രം ചിലപ്പോൾ അവിടുത്തെ ഏതെങ്കിലും അലുമിനി സ്റ്റുഡൻ്റ് ആയിരിക്കാം വരുന്നുണ്ടാവുക. പല CBSE സ്കൂളുകളിലും പ്രോപ്പറായിട്ടുള്ള അവിടുത്തെ തന്നെ ആളുകളല്ല ചിലപ്പോൾ എക്സാമിൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഏറ്റെടുക്കുന്ന ആളുകൾ. അവർ ചിലപ്പോൾ ഒരു ദിവസത്തെ മാത്രം അറിവോടുകൂടി അവിടെ വരുന്നവരായിരിക്കാം. അവർക്ക് ഒരു ദിവസത്തെ വരുമാനത്തിനായിട്ട് ചിലപ്പോൾ സ്കൂളുകളിലേക്ക് വരുന്ന ആളുകൾ ഈ എക്സാമിൻ്റെ ചാർജായിട്ട് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അവർ 2 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. നിങ്ങൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ എഫേർട്ട് എന്താണ് നിങ്ങൾക്കേ അറിയൂ. അവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എടുത്തേക്കുന്ന എഫേർട്ട്, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഈ വലിയ എക്സാമിൽ എത്ര കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ എക്സാമിനറായിട്ട് വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ എഫേർട്ടിൻ്റെ വില അറിയൂല. നിങ്ങളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിൻ്റെ വില അവർക്ക് അറിയൂല. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് എന്തൊക്കെ ലൈഫിൽ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളെടുത്ത എഫേർട്ടിനെ കുറിച്ചിട്ട് ആ എക്സാമിന് വന്നിരിക്കുന്ന ആൾക്ക് അറിയൂല. സോ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സമയമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് പറയണം, സാർ എനിക്ക് OMR വേണം, OMR എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ട സമയമായി. നിങ്ങൾ ഷൗട്ട് ചെയ്തൊന്നും പറയണ്ട, നല്ല രീതിയിൽ പറഞ്ഞാൽ മതി. അങ്ങനെ OMR കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ഒരു തെറ്റ് പോലും വരുത്താതെ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്യണം. ഇനി ഒരു കാര്യം പറയുന്നത്, ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷെ എന്നാലും ശരി മക്കൾ കേൾക്കണം. നമ്മളില്ലേ ഈ OMR ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് സൈഡിൽ കൂടെ നമുക്കൊന്ന് നോക്കാനൊക്കെ പറ്റും. അതിലൂടെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് അതിൽ നോക്കി വെക്കാൻ പറ്റും. അപ്പോഴേ ആ ക്വസ്റ്റ്യൻ്റെ സൈഡിലൂടെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ നോക്കാതിരിക്കുന്നത്? അപ്പോൾ തന്നെ നോക്കിയിട്ട് ബബിൾ ചെയ്യാനൊന്നും ചെയ്യരുതേ. നിങ്ങളൊന്ന് ചുമ്മാ നോക്കി വെച്ചാൽ മതി. പറയുന്ന അതേ മൊമെൻറ്റ് തന്നെ നിങ്ങൾ പൊട്ടിച്ചേക്കണം. പിന്നെ ഇല്ലേ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? നല്ല ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടൂലേ, ഡാർക്ക് ചോക്ലേറ്റ് ഒരു 2-3 ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് ചോക്ലേറ്റ്സ് ഉറപ്പായിട്ടും കഴിക്കുക. അതൊക്കെ കഴിച്ചിട്ട് എക്സാമിനേഷൻ ഹോളിൽ പോയിരിക്കുക. ഉച്ച സമയമാണ്, നിങ്ങൾ കുറേ ആയിട്ട് അതേ സമയത്ത് നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. സോ നിങ്ങൾക്ക് ഉറക്കമൊന്നും വരില്ല. നിങ്ങൾ എന്തായാലും ആ മോക്ക് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസങ്ങളായിട്ട്. ഇനിയുള്ള 3 ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ മോക്ക് എക്സാം എഴുതും. അങ്ങനെയാണ് പിന്നെ എന്തിന് ടെൻഷൻ? ഇങ്ങനെ മോക്ക് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലേ മക്കൾ ഒരു കാര്യം ചെയ്തു, വേഗം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. അവിടെ ഞാൻ മോക്ക് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻസ്. നിങ്ങളെ ടെൻഷൻ ആക്കാതെ നിങ്ങളെ മൈൻഡിൽ ഓക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാവേ. അപ്പോൾ അത് വേണ്ട കുട്ടികളും ജോയിൻ ചെയ്തു. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ മക്കളെ, ഒരിക്കലും ഒരു പ്ലാൻ ബി നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. എക്സാമിന് പോകുന്ന മൊമെന്റ് വരേക്കും അങ്ങനെ ഒരു പ്ലാൻ ബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വർഷത്തെ നീറ്റില്ല. നിങ്ങൾ ഒരിക്കലും ഈ വർഷത്തെ നീറ്റിൽ ഒരു ബെസ്റ്റ് റാങ്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല. മറിച്ച് ഒരു പ്ലാൻ ബി എന്ന് പറയുന്ന ഒന്നുമില്ലാതെ ഈ എക്സാമാണ് എനിക്കെല്ലാം, ഇതിൽ ഞാൻ എന്തായാലും സ്കോർ വാങ്ങിച്ചിരിക്കും,
എൻ്റെതാണ് ഈ നീറ്റ് എക്സാം, മെയ് 5 എൻ്റെതാണ്, ഞാൻ ഉറപ്പായിട്ട് ഈ പ്രാവശ്യത്തെ നീറ്റിൽ ആ റിസൾട്ട് വരുമ്പോൾ അതിൽ എൻ്റെ പേരും കൂടെ ഉണ്ടാവും. ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിൽ കാണുന്നെങ്കിൽ, 100% മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന കോളേജിനെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ, ആ കോളേജിലേക്ക് ആദ്യമായിട്ട് പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ, ആദ്യ ദിവസം ആ ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സെൽഫി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ നിങ്ങൾ DP ആയിട്ടും പ്രൊഫൈൽ പിക്കായിട്ടൊക്കെ നിങ്ങൾ വെച്ചിട്ട് അതിലേക്ക് കിട്ടുന്ന കമൻസും അതിലേക്ക് കിട്ടുന്ന ലൈക്കും ഇതൊക്കെ നോക്കിയിട്ട് അടിപൊളി അടിപൊളി അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, ഇനി കോളേജിൽ ഓരോ മൊമെന്റ്സും നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ, കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ടും ബാക്കി മുന്നോട്ടേക്ക് പോകാൻ ഒരു തടസ്സവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതല്ല, ഒരു പ്ലാൻ B മനസ്സിൽ വന്നോ, ഈ മെയ് 5 നിങ്ങളുടേതല്ല. അങ്ങനെ ഒരു പ്ലാൻ B ഇല്ല. ഞാൻ നേടുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഈ വർഷത്തെ നീറ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. ഇനി നിങ്ങളെ കോൺഫിഡൻസ് ഏറ്റവും കൂട്ടാനേ ഒരു അടിപൊളി ഐഡിയയും കൂടെ പറഞ്ഞു തരട്ടെ. എന്താണെന്നറിയോ കുഞ്ഞുങ്ങളെ, നമ്മളില്ലേ സാധാരണ കേസിൽ നമ്മൾ എക്സാം തുടങ്ങി ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യം ബയോളജിയാണ് ബയോളജി, പിന്നെ കെമിസ്ട്രി ആണ് കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് ആണ് ഫിസിക്സ്. നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ എക്സാംസ് എഴുതിയത് അതേ പാറ്റേണിലല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ വേറെ ഒരു രീതിയിലും നിങ്ങൾ എക്സാം എഴുതാൻ പാടില്ല. ഫസ്റ്റ് ബയോ ആണെങ്കിൽ ബയോയിൽ തന്നെ സുവോളജി ആണെങ്കിൽ ആദ്യം എഴുതുന്നെങ്കിൽ സുവോളജി. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ അതിൽ ഓരോ പാട്ടും A ആണെങ്കിൽ അങ്ങനെ, സെഷൻ B ആണെങ്കിൽ സെഷൻ Bയിൽ 10 ക്വസ്റ്റ്യൻസ്, അതിൽ വെറുതെ ചുമ്മാ തെറ്റിക്കരുത്. 15ൽ 10 മതി. ആ 10 നല്ല കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഇനി OMR ബബിൾ ചെയ്യുന്ന കാര്യം കൂടെ പറയട്ടെ. ഓരോ ക്വസ്റ്റ്യൻസും ഇനി നിങ്ങളിങ്ങനെ പോവാം, അല്ല അടിപൊളിയായിട്ട് നിങ്ങളെല്ലാം സെറ്റാണ്. നിങ്ങൾ OMR ബബിൾ ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ആദ്യം ചെയ്യുന്നില്ല, എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്ത് പോവാണ്. OMR ലാസ്റ്റ് എക്സാമിനർ ബെല്ലടിക്കാൻ നോക്കുന്ന സമയത്ത് OMR എടുത്തു, അയ്യോ 1 C 2 B 3 A എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാർക്ക് ചെയ്തു. അവസാനം കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് 90 എത്താൻ പോകുമ്പോൾ ആ 90ൻ്റെ സ്ഥാനത്ത് ഞാൻ 89 മാർക്ക് ചെയ്തേക്കുന്നു. എവിടെയൊന്ന് മിസ് ചെയ്തു. ഇവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ആ എക്സാം പൂർത്തിയാക്കാൻ ഒരാൾക്ക് മനസ്സമാനത്തോടുകൂടെ പറ്റൂല. എന്തിനാ ഈ അവസ്ഥയിലേക്ക് പോകുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണ്ടുണ്ടോ? ഓരോ ക്വസ്റ്റ്യൻസും കിട്ടുമ്പോൾ ഇനി അതല്ല 5 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്യും, അപ്പം തന്നെ അത് OMRലേക്ക് നിങ്ങൾ കോപ്പി ചെയ്യാം. അതല്ല അവസാന സമയത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ആ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് തന്നെ പലരും റിയലൈസ് ചെയ്യും ഈ നീറ്റ് എനിക്കുള്ളതല്ല. അത് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് പിന്നീട് മുന്നോട്ടേക്ക് പോവാന്ന് പറയുന്ന ഒരിക്കലും അത്രത്തോളം ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങളെല്ലാവരുടെയും കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു, അതിലേക്ക് പോവാവേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എക്സാമൊക്കെ എഴുതാൻ തുടങ്ങി, ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ഫിസിക്സിൽ ചെയ്യാൻ പറ്റുന്നില്ല, കുറേ സമയം എടുത്തു, 5 മിനിറ്റ് 10 മിനിറ്റ്. അടുത്തെല്ലാം കൂടെ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ട് അയ്യോ ഇതും ബുദ്ധിമുട്ടാണല്ലോ. 2 ക്വസ്റ്റ്യൻ കയ്യിൽ നിന്ന് പോകുമ്പോൾ തന്നെ അയ്യോ പ്രാവശ്യത്തെ നീറ്റപ്പം എനിക്കില്ല, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. എൻ്റെ കുട്ടികളെ, നിങ്ങൾ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നീറ്റ് കിട്ടും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന മൊമെന്റിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ പോയാലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഹോപ്പുണ്ട്. ഇനിയുണ്ട് 18 ക്വസ്റ്റ്യൻ വിടാന്, ഇനിയും 18 ക്വസ്റ്റ്യൻ വിടാനുണ്ട്, 3 പോയി, ഇനിയും 17 വിടാനുണ്ട്. ആ കോൺഫിഡൻസിൽ നമ്മൾ എഴുതും. ഒരിക്കലും 17 ക്വസ്റ്റ്യൻസ് നമ്മൾ വിടേണ്ട സാഹചര്യം വരില്ല. മറിച്ച് 1 കിട്ടാതെ 2 കിട്ടാതെ ആവുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ആകെ വേർത്ത് എല്ലാം പോയി എന്ന് ചിന്തിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളെ, 20 ക്വസ്റ്റ്യൻസ് വിട്ടാലും നമുക്ക് നീറ്റ് കിട്ടും. 20 ക്വസ്റ്റ്യൻസ് വിട്ടാലും നമുക്ക് നീറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ടഫായി, 2 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ പേടിക്കണ്ട, നീറ്റിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ ഓർത്ത് വെച്ചോ, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ പോകുമ്പോഴും അതുകൊണ്ട് നമ്മൾ ഒന്നും പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ പഠിച്ച എല്ലാ കുട്ടികൾക്കും ഇത് ബുദ്ധിമുട്ട് തന്നെയാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കും ഇത് ബുദ്ധിമുട്ടാവുന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പോലെ എക്സാം എഴുതുന്നവരിലെ മറ്റെല്ലാ കുട്ടികളും അവർക്ക് എല്ലാവർക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സത്യാവസ്ഥയും കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ മുന്നിൽ വിടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് മനസ്സിന് ധൈര്യം കൊടുക്കുക. ആ വിടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എക്സാം എഴുതാൻ ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ക്വസ്റ്റ്യൻസ് വിടുന്ന കാര്യം. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ മക്കളെ, ഏതൊരു പേപ്പറിലും ഒരു ഫിസിക്സിൻ്റെ ഒരു പേപ്പർ ആണെങ്കിൽ അതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് പെട്ടെന്ന് ഒരു ഫാക്കൽറ്റീസിന് പോലും ചെയ്യാൻ ചിലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ചില ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാ പേപ്പറിലും ഉണ്ടാവും. ആ ഒരൊറ്റ ക്വസ്റ്റ്യനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക.
അയ്യോ അത് വായിക്കും, ആകെ ടെൻഷനാവും, അയ്യോ ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം. ആ ക്വസ്റ്റ്യൻ അപ്പോഴേ മനസ്സിലാക്കണം, ഇത് ഡിഫിക്കൽട്ടാണ്, സോ ഇതിനൊരു 10 മിനിറ്റെങ്കിലും എടുക്കും, ഇപ്പം ഞാൻ ഇതിന് സമയം കൊടുത്താൽ ബുദ്ധിമുട്ടാണ്, സോ ഞാൻ സെക്കൻഡ് തിരിച്ച് വരുമ്പോൾ ഒരു ടൈം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കഴിയട്ടെ, തിരിച്ചു വരുമ്പോൾ എനിക്കിതിന് സമയം ഉണ്ടാവും. അതല്ല ആ സമയം ഞാനിത് ചെയ്തിട്ടേ മുന്നോട്ട് പോകും തീരുമാനം എടുത്ത കുട്ടികളാണെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ ഇരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് മാറിപ്പോകും കുഞ്ഞുങ്ങളെ. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കിട്ടത് തീരെയില്ല. നമ്മൾ അവസാന സമയത്ത് എക്സാമിൻ്റെ ടെൻഷനിൽ എന്തൊക്കെയോ അറിയുന്നതൊക്കെ തെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ഈ 3 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. ടെമ്പറേച്ചർ അത്ര കണ്ട് കൂടുക. നിങ്ങളും ചിന്തിച്ചൊക്കെ പാലക്കാടൊക്കെ 41-42 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ അവിടേക്കുള്ള കുഞ്ഞുങ്ങൾ നന്നായിട്ട്, അവിടെ നിന്നല്ല എല്ലായിടത്തുള്ള കുട്ടികൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കണം കേട്ടോ. അങ്ങനെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും മിസ്റ്റേക്ക് വരുത്തരുത്. നന്നായിട്ട് ഉറങ്ങണം. OMR നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യവും കൂടെ മക്കളോട് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അവസാനത്തെ കാര്യം എന്താണെന്നറിയോ, ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം മക്കൾക്ക്. മുന്നേ പണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവന് വയനാട്ടിലാണ് സ്ഥലം. വയനാട്ടിൽ നല്ല മിടുക്കനായിരുന്നു, അടിപൊളിയായിട്ട് പഠിക്കും. അവന് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്കൊക്കെ കിട്ടി. സെക്കൻഡ് ചാൻസിൽ ഒന്നും കൂടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മാർക്കുമായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹമായിട്ട് അവന് ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചു. ആ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നല്ല ബ്രൈറ്റായിരുന്നു ആൾ. ആ സെൻറ്ററിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനിടയിൽ അവൻ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ആ വർഷത്തെ നീറ്റ് എക്സാം വന്നു. ഉറപ്പായിട്ടും കേരളത്തിൽ ആദ്യത്തെ ഒരു 100-നുള്ളിൽ അവൻ്റെ പേരുണ്ടാവും എന്ന് എല്ലാവരും വിശ്വസിച്ച വർഷമായിരുന്നത്. അങ്ങനെ അവനവൻ്റെ എക്സാമൊക്കെ എഴുതി തുടങ്ങി. OMR ലാസ്റ്റിലേക്ക് വെച്ചു ബബിൾ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ ബബിൾ ചെയ്യാൻ തുടങ്ങി. ഒന്നായിട്ട് അവൻ ബബിൾ ചെയ്തു. അവസാനത്തെ ധൃതിയിൽ പേപ്പർ മറച്ചിട്ടപ്പോൾ നേരെ അതിൻ്റെ കൂടെ OMRഉം കയറിപ്പോയി. അങ്ങനെ 2019 നീറ്റ് എക്സാമിൽ അവൻ്റെ OMR പോലും റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആൾ നീറ്റ് എക്സാമിൽ നിന്ന് പുറത്തായി. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ വീണ്ടും എക്സാം എഴുതാൻ തയ്യാറാവുന്നത്. 2020 നീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെ കൂടെയുള്ള ഒരു നീറ്റായിരുന്നു 2020 നീറ്റ്. ആ എക്സാമിന് അവൻ 3-4 മാസത്തോളം വീട്ടിനുള്ളിൽ തന്നെ, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ, 3 നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി, അത്രയും മാസങ്ങൾ വീട്ടിൽ തന്നെ. അതിനിടയിൽ യാത്രകളില്ല. അവസാനം സെപ്റ്റംബർ 13-ാം തീയതി എല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ തന്നെ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവൻ വീണ്ടും ഒരു നീറ്റ് എക്സാം എഴുതാൻ വയനാടിൽ നിന്ന് ഇറങ്ങി. ചുരം ഇറങ്ങുന്ന സമയത്ത് അത്രയും ദിവസം ട്രാവൽ ചെയ്യാത്ത ഒരാൾ എന്താ പറയുക, വണ്ടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഭക്ഷണം കഴിക്കാനായി അങ്ങനെ ഒരു കടയിലേക്ക് നിർത്തി. ഫുഡ് കഴിച്ചോടുകൂടി ആ ഫുഡും അവന് പിടിക്കാതായി. ആകെ ബുദ്ധിമുട്ടായി. ലൂസ് മോഷനും ഒപ്പം അതിൻ്റെ കൂടെ തന്നെ വോമിറ്റിങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലത്തെ നമ്മുടെ കഷ്ടപ്പാടുകൾ അവസാനത്തെ ഒരു ദിവസം നമ്മൾ വയ്യായ്മയിലൂടെ ആകപ്പാട് എന്തോ ആയിപ്പോകുന്നൊരു സാഹചര്യം. 2-3 തവണ ആ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു. അന്ന് എക്സാമിന് കയറുന്നതിന് മുന്നേ അവൻ എന്നെ വിളിച്ചു. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, സാറേ വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവസാനം കഴിഞ്ഞ വർഷം ഇങ്ങനെയായി, ഈ വർഷവും കൂടെ ബുദ്ധിമുട്ടായി പോകുന്ന തോന്നുന്നു, എനിക്ക് തീരെ വയ്യ. അങ്ങനെ എക്സാമിനേഷൻ ഹോളിലേക്ക് കയറി കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ച ആളാണ്. പിന്നെ 2 ആഴ്ചകൾക്ക് ശേഷമാണ് കോള് വരുന്നത്. അല്ല, അവൻ പറഞ്ഞൊരൊറ്റ കാര്യമാണ്, എന്നോട് നീറ്റിനെ കുറിച്ചൊന്നും ചോദിക്കരുത്, ഞാൻ ആകെ 1 മണിക്കൂറോളം എഴുതിയിട്ടുള്ളൂ, എനിക്ക് വേറെ ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ കേരള എൻട്രൻസ് എക്സാമിൽ, ദാറ്റ് മീൻസ് നീറ്റിൽ കേരള റാങ്കിൽ ആദ്യത്തെ 10-നുള്ളിൽ അവൻ ഉണ്ടാവേണ്ടതായിരുന്നു, അവൻ്റെ പേരുണ്ടാവേണ്ടതായിരുന്നു. അവനില്ലാതെ പോയതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യം, ആ തലേ ദിവസം അവൻ ആ ചുരം ഇറങ്ങിയിട്ട് അവൻ എക്സാം സെൻറ്റർ കിട്ടിയ കോഴിക്കോടാണ്. അന്ന് വയനാട്ടിൽ സെൻറ്റർ ഇല്ല, 2020 കോവിഡിൻ്റെ കൂടെയുള്ള എക്സാം. അവൻ അന്ന് നേരത്തെ വന്നിട്ട് ഒരു സ്ഥലത്ത് റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവൻ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഇന്ന് 4th ഇയറിൽ MBBSന് പഠിക്കേണ്ട കുട്ടി ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ 4ാമത്തെ വർഷക്കാരനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസം ഈ സമയങ്ങൾ തീരുമാനിക്കും നമ്മൾ ഡോക്ടർ ആവണ്ടോ എന്നുള്ളത്. കുഞ്ഞുങ്ങളെ, ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിൽ കാണണം. അത് കുറച്ച് ദൂരത്താണെങ്കിൽ നേരത്തെ അവിടെ എത്തിയിട്ട്
നിങ്ങളൊരു ട്യൂഷന് പോകുമ്പോൾ, നിങ്ങളല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ എത്ര എമൗണ്ട് നിങ്ങൾ അവിടെ കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം റൂം എടുത്തിട്ട് 1500 രൂപ 2000 രൂപ മുടക്കാനാണോ എത്ര ബുദ്ധിമുട്ട്? കുഞ്ഞുങ്ങളെ ഒന്നും മടിക്കണ്ട. എവിടെയാണോ അതിനടുത്തായിട്ട് ഒരിക്കൽ റൂം എടുക്കുക, അവിടെ നിൽക്കുക. നന്നായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം എക്സാമിന് പോവുക. ഓക്കെ, അപ്പോൾ വോയിസ് നോട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ മക്കൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ തന്നേക്കാം. ഓക്കെ, എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നേക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിട്ട് അടിപൊളിയായിട്ട് എക്സാമിന് പോകണം. ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു കുട്ടി വയ്യാതായിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അവിടെ വെൻറ്റിലേറ്ററിലായിരുന്നു. അന്ന് ആ മൊമെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിലേക്ക് ഒരു HODs വന്നിട്ട് അവരുടെ ബാപ്പാടുത്തും ഉമ്മാടുത്തും പറയുന്നത് കുട്ടിയുടെ കണ്ടീഷൻസ് ഭയങ്കര മോശമാണ്, എന്ത് ബുദ്ധിമുട്ടും മുന്നോട്ടേക്ക് ഉണ്ടാവും, ആ ഒരു രീതിയിലാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരൻസ് ആകെ വല്ലാണ്ടായി. പക്ഷെ ആ കൂട്ടത്തിൽ അന്ന് അവിടെ ഹൗസ് സർജൻസ് ആയിട്ടുള്ള 1-2 കുട്ടികൾ ആ ബാപ്പയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് അവർ ഒരു മുൻകരുതലായിട്ട് അങ്ങനെ പറയൂ, ഒന്നും പേടിക്കാനില്ല, അവളുടെ കണ്ടീഷൻസൊക്കെ ഓക്കെയാണ്, അവൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്, ബാപ്പ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അവൾക്കൊന്നും പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ HS നേരെ, ഹൗസ് സർജന് നേരെ ആ ബാപ്പ കൈ കൂപ്പിക്കൊണ്ടാണ് ഡോക്ടറെ നിങ്ങൾക്ക് നല്ലതേ വരുമെന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം, നാളെ ഇതേ സ്ഥാനത്ത് ഇരിക്കേണ്ട കുട്ടികളാണ് നിങ്ങളും, നാളെ വലിയ ഡോക്ടർമാരാവേണ്ടതാണ് നിങ്ങളും. ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉള്ളിൽ വെൻറ്റിലേറ്ററിലും ICUയിലും കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പുറത്ത്. അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ കൂടെ നിൽക്കാൻ, സാധാരണക്കാരുടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാവാൻ നിങ്ങൾ ഓരോരാൾക്കും സാധിക്കട്ടെ. വൈറ്റ് കോട്ട് എത്തും, അധികം വൈകാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ദിവസങ്ങൾക്കായിട്ട് നമുക്ക് സ്വപ്നം കാണാം. ഓക്കെ മക്കളെ, കൂടെ ഉണ്ടാവും JPs അവസാന മൊമെൻറ്റ് വരെ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.